വാർത്തകളിലേക്ക്. മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതരുടെ ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങുന്നു. തറക്കല്ലിടൽ ഈ മാസം 27-ന് മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, സുപ്രധാന പ്രഖ്യാപനമടക്കം സഭയിൽ ഉയർന്നു കഴിഞ്ഞു. ഈ മാസം 27-ന് തറക്കല്ലിടലാണ് പുനരധിവാസത്തിന്റെ. അതോടൊപ്പം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അടുത്ത വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാക്കും. ഈ മാസം അതിനായുള്ള പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞത്. മാർച്ച് 27-ന് മുഖ്യമന്ത്രി ഇതിൽ തറക്കല്ലിടും. എല്ലാവരും ഒന്നിച്ച് ഇതിനൊപ്പം നിൽക്കണമെന്നാണ് കെ രാജൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുരിത ബാധിതരുടെ സമ്പൂർണ്ണ പട്ടിക പോലും തയ്യാറാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ആളുകൾ സ്വയം ചികിത്സ നടത്തേണ്ട സാഹചര്യം, ദുരന്തബാധിതർക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും ലഭിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണം. ഏതായാലും മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് പുനരധിവാസം വൈകുന്നത് നിയമസഭ നിർത്തിവെച്ച് ചർച്ചയാണെന്നുള്ള ആവശ്യം TCPക്ക് MLA ഉന്നയിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. പുനരധിവാസത്തിൽ വന്ന വീഴ്ചകൾ അദ്ദേഹം എണ്ണിപ്പറയുകയും ചെയ്തു. എന്നാൽ ഈ മാസം 27-ന് ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കുമെന്നാണ് മന്ത്രി രാജൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും വീടുകൾക്ക് 20 ലക്ഷത്തിലധികം രൂപ ചിലവ് വരികയാണെങ്കിൽ അത് സർക്കാർ വഹിക്കുമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ പരിക്കേറ്റവർ സ്വയം ചികിത്സ നടത്തേണ്ടി വരുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയത്. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത് മറ്റു സർക്കാരുകളെ കുറ്റപ്പെടുത്തുന്ന, എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉയർത്തുമ്പോൾ പോലും സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കായി ഒന്നും ചെയ്യുന്നില്ല, വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുന്നില്ല. ഈ കടം എഴുത്തള്ളുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ കുറച്ചുകൂടി കാര്യമായി പരിഗണിക്കണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും മന്ത്രിയുടെ വിശദീകരണത്തോടെ തന്നെ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സ്പീക്കർ അറിയിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തിറങ്ങുകയാണ്. കാളിദാസ്. തീർച്ചയായും വിഷ്ണു, ഈ മാസം 27-ന് മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ തറക്കല്ലിടലാണ്. അത്തരത്തിലൊരു പ്രഖ്യാപനം കൂടി നിയമസഭയിൽ ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റവന്യൂ മന്ത്രി കെ രാജന്റെ ആ ഒരു മറുപടിയോടുകൂടി തന്നെ പിന്നീട് സഭ പ്രതിപക്ഷത്തിന്റെ ആ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കുമെല്ലാം പിന്നീട് കടക്കുകയായിരുന്നു. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും കൂടി സഭ കടന്നിരിക്കുന്നു. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.